ഈ അശ്വഗന്ധ ആയുർവേദ സെന്ററിൽ ശരിക്കും പറഞ്ഞ നമ്മൾ വിഷ്ണു ഡോക്ടർ വളരെ അനുഗ്രഹീതമുള്ള ഒരു ആളെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ആശുപത്രിയുടെ ഒരു പ്രത്യേക രീതി എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഈ ആശുപത്രി ആണ് അല്ലെങ്കിൽ ഇതൊരു ആയുർവേദ സെന്റർ ആണെന്നുള്ള രീതിയിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കംപ്ലീറ്റ് പരിശോധന എല്ലാം നടത്തി അദ്ദേഹത്തിന് അതിന് അങ്ങനെ ഒരു കഴിവുണ്ട്. കാരണം അദ്ദേഹം ഇരുന്നും കൊണ്ടൊന്ന് നോക്കിയാൽ മതി, അയാളുടെ രോഗം എന്താണെന്ന് പറഞ്ഞിട്ട് മരുന്നിന് എഴുതി കൊടുക്കുന്നു, അത് കഴിക്കുന്നു, ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നു. അതിന് ഒരു പ്രത്യേക ഒരു രീതിയാണ്. ഒരു ദൈവാനുഗ്രഹം ഉള്ള ഒരാള് തന്നെയാണ് അദ്ദേഹം. അങ്ങനെ ആ ദൈവാനുഗ്രഹം ഉള്ള ഒരാളിന് മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് കണ്ടുപിടിച്ച അസുഖം, പഠിച്ചതിനപ്പുറം മനസ്സ്, ദൈവിക മനസ്സ്, ആ ദൈവിക മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടറാണ്. അവർക്കും അതുപോലെയുള്ള ഒരു ദൈവ ചൈതന്യ അനുഗ്രഹ ഗീതമുള്ള ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യനിഷ്ഠയായിട്ട് സാറിന്റെ നിർദ്ദേശ രീതി അനുസരിച്ച് സബ് ഡോക്ടർമാരെല്ലാം കൃത്യനിഷ്ഠയായിട്ട് പെരുമാറുന്നു. വരുന്നവരോട് നല്ല പെരുമാറ്റം, വളരെ ശാന്തമായ സ്വഭാവം. ഈ ശാന്തമായ സ്വഭാവങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മുടെ രോഗത്തിന്റെ പകുതി പോകും. മനസ്സിലായല്ലോ? എവിടെയെങ്കിലും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചില ഡോക്ടർമാർ നമ്മൾ വലിയൊരു രോഗമായിട്ട് ചെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പറയും, സമാധാനപ്പെടും, ഇത് നമുക്ക് ക്ലിയറൻസ് ചെയ്യാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് നമുക്ക് മാറ്റിയെടുക്കാന്നുള്ളതാണെന്ന്. അതങ്ങനെയുള്ള ആ ഒരു ഡോക്ടർമാർ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അടുത്ത ഭാഗം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചില ഡോക്ടർമാർക്ക് ചെല്ലുമ്പോഴേക്കും അവരെ എടുത്ത ഉടനെ ചോദിക്കും, അയ്യോ ഇത് വലിയ കഷ്ടമാണല്ലേ, വലിയ പ്രയാസം, ഇത് ഇത്രയും ദിവസം വെച്ച് കാത്തോണ്ടിരുന്നത്, ഇതിപ്പോ എനിക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതെന്താണെന്നുള്ള എനിക്ക് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ രോഗിയെ പിന്നെ പേടിപ്പിച്ചങ്ങ് വിടുകയാണ്. പക്ഷെ നമ്മൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എത്ര രോഗമുള്ള ഒരാളായിരുന്നാലും ശാന്തമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് സമാധാനപ്പെടുത്തുക. ആ സമാധാനപ്പെടുത്തലിന് വിഷ്ണു ഡോക്ടർ ആയുർവേദ സെന്ററിൽ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ഒരു സ്നേഹം, വാത്സല്യം, അതുപോലെ തന്നെ മനുഷ്യന് കണ്ടുപിടിച്ച് ആ മരുന്നിന് എഴുതി കൊടുക്കുന്നു, അത് കൈപ്പുണ്യം കൊണ്ട് കഴിക്കുന്നു, കഴിച്ചതിന് ശേഷം രോഗം ഭേദമാകുന്നു. അതുപോലെ സ്റ്റാഫുകൾ അവർ ഓരോരുത്തരും രാവിലെ വന്നിട്ട് ഓരോരുത്തരുടെ കൃത്യസമയത്തിന് ഓരോരുത്തരും ചെയ്യേണ്ട അടുക്കും ചിട്ടയോടുകൂടി രാവിലെ വന്ന് എന്താണ് ചെയ്യേണ്ടത്. എന്നെ നോക്കുന്ന നമ്മുടെ ഒരു ശ്രീരാജ് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി എന്നെ മാനസ് എന്ന് പറയുന്ന അവർ രണ്ടുപേരും കൂടെയാണ് എന്നെ ഇതൊക്കെ ചെയ്തത്. ആ ശ്രീരാജ് ഞാൻ കൃത്യം 8 മണിക്ക് ഈ 13 ദിവസവും ഞാൻ 8 മണിക്ക് 7:55 എത്തും, 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീരാജന്റെ ആ എണ്ണയടക്കം, പിഴിച്ചില്, തടവല് എല്ലാം അടുക്കും ചീട്ടയും കൂടി പോകുന്ന ഒരു സ്ഥാപനം എടുത്തു പറയാനുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ, ഞാൻ ഈ ഹോസ്പിറ്റലിനെ പറ്റി പലയിടത്തും കേട്ടു, അവരാരെയും കുറ്റപ്പെടുത്തുകയോ കുറവ് പറയുകയോ അല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു അടുക്കും ചിട്ടയോടുകൂടി ഒരു കണ്ടീഷനായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ആശുപത്രിക്ക് ഉണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റാഫുകൾ കൃത്യമായിട്ടും ആ മരുന്ന് കൊടുക്കുക, അവരതിന്റെ ബില്ലടിച്ച് കൊടുക്കുക. 1 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 രൂപയുടെ ബില്ലടിച്ച് കയ്യിൽ കൊടുക്കും. 90 രൂപയുടെ സാധനം വാങ്ങിച്ച് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ ബാക്കി കറക്റ്റായിട്ട് കൊടുത്ത് അങ്ങ് വിടുന്നുണ്ട്. ഇവിടെ ഒരു ആൾക്കാരും എന്തെങ്കിലും സഹായങ്ങൾ നമ്മൾ വരുന്നവരോട് ചോദിക്കുകയോ എടുക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മനസാക്ഷി അനുസരിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെയുള്ള മറ്റുള്ള സ്ഥലം പോലെ, കോവളം പോലെ, അല്ലെങ്കിൽ നമ്മൾ ചൊവ്വര പോലെയുള്ള സ്ഥലങ്ങളെ പോലെ അവിടെയൊന്നും ഞാൻ മോശമെന്നല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ നമുക്ക് ശാന്തമായ രീതിയിൽ, സമാധാനമായ രീതിയിൽ ഓരോ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി അത് ചെയ്ത് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. പിറ്റേന്ന് രാവിലെ കൃത്യമായിട്ട് എത്തുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. ഡോക്ടറുടെ വൈഫിനും നന്ദി പറയുന്നു. സബ് ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുപോലെ ശ്രീരാജ്, മാനസ് എന്ന് പറഞ്ഞ 2 പുരുഷന്മാർക്കും അവർക്ക് 2 പേർക്കും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ പേരിൽ എന്റെ നന്ദി ഞാൻ അവരെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ 4-5 പേരുണ്ട്. കിച്ചണിൽ സ്റ്റാഫുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി. അതുപോലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ആളുണ്ട്. ആയതിനാൽ ദൈവത്തിന്റെ സഹായം കൊണ്ട് ധന്വന്തരിമൂർത്തിയുടെ അനുഗ്രഹം, ധന്വന്തരിമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ ധന്വന്തരിമൂർത്തിയാണ് ഇത് ആയുർവേദം കണ്ടുപിടിച്ച് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആയുർവേദം വന്നത്. ഇപ്പോ ഈ കലിയുഗത്തിനകത്ത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആ രോഗങ്ങളെ അടക്കി നിർത്തുന്നതിന് വേണ്ടി അലോപ്പതിയിലേക്ക് പോയി. പക്ഷെ അവിടെ വലിയ പ്രയോജനമില്ല. ആയുർവേദത്തിൽ ഞാൻ അവസാനമായിട്ട് ഭക്തർക്ക് കേൾക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു കാര്യം പറയാം.
12 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന എനിക്ക് എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ മനുഷ്യനോടുള്ള സ്നേഹവും വാത്സല്യം എല്ലാം നിലനിർത്തി ഈ ആയുർവേദത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി മുടങ്ങാതെ വന്ന് ചെയ്യുന്നതിന്റെ പേരിൽ എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ മനസ്സെടുത്ത് ചാടി പ്രവർത്തിക്കുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ ശരീരത്തിൽ ഞാൻ നേരത്തെ കുറച്ച് അവയവങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ആയതിനാൽ അത് നല്ല രീതിയിൽ നിയന്ത്രിച്ച് എന്നെ കൊണ്ടുപോകണം. താൻ ആരാണെന്ന് തനിക്കറിഞ്ഞുണ്ടെങ്കിൽ തനിക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുള്ള നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ തയ്യാറാകണം. നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്രയോ പൈസകൾ വാരി അവിടെ കളയുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയുർവേദം കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു 10 കൊല്ലം കൂടെ നമുക്ക് ഈ 86 വയസ്സിൽ മരിക്കാനുള്ള ഒരു മനുഷ്യന് 96 വയസ്സ് വരെ ജീവിക്കും. 10 കൊല്ലം കൂടെ ഇരിക്കാനുള്ളതും അദ്ദേഹത്തിന് 96 വയസ്സായിരുന്നാൽ എഴിച്ച് നടന്ന് ബാത്റൂമിലൊക്കെ പോകുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ മക്കളായിട്ട് നമുക്ക് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരില്ല. നമ്മുടെ അച്ഛനമ്മമാരെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരില്ല. നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രോഗം വരാനുള്ളതെല്ലാം സിമ്പിൾ ആയിട്ട് അങ്ങ് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ആശുപത്രിക്ക്, ഈ സെന്ററിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.